അൽഹംദുലില്ലാ അള്ളാഹു നാം ഏവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. എന്നെയും നിങ്ങളെയും അള്ളാഹു എല്ലാം അനുഗ്രഹങ്ങളും ചൊരിഞ്ഞും അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നത് എപ്പോൾ? ആ വിഷയമാണ് ഞാനിവിടെ പറയുന്നത്. മനുഷ്യൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാം എല്ലാവരെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. എല്ലാത്തിനും ധൃതി കാണിക്കുന്ന ചിലർ ഇവിടെയും പ്രാർത്ഥനയ്ക്ക് എത്രയും പെട്ടെന്ന് ഫലം കാണുമെന്ന് വിശ്വസിക്കുന്നു. തുടർച്ചയായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ചിലരെ അള്ളാഹു പരീക്ഷിക്കാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിരന്തരം വർഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ചിലർക്ക് തങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ആ പ്രാർത്ഥന കൊണ്ട് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോഴേക്കും അവർ പറയുകയോ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണം, അള്ളാഹു എൻ്റെ രോഗം സുഖപ്പെടുത്തുന്നില്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അവരറിയുന്നില്ലല്ലോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഏത് സമയത്തും പ്രതീക്ഷിക്കാമെന്നുണ്ട്. അവരറിയുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കാത്തത് കൊണ്ടല്ല അള്ളാഹു അതിൻ്റെ ഫലം വൈകിപ്പിക്കുന്നത്. അതിൻ്റെ രഹസ്യവും കാണും. അള്ളാഹു ആ രീതിയിലാണ് തൻ്റെ അടിമയെ രക്ഷിക്കേണ്ടതെന്ന് അള്ളാഹുവിനറിയാം. നാം ഉദ്ദേശിക്കുന്ന പല രീതിയിലും പലപ്പോഴും അള്ളാഹു നമ്മെ സഹായിക്കുന്നത് നമ്മൾ പലർക്കും അനുഭവമാണല്ലോ. നമ്മെ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കേ അറിയാവൂ. അവയെ എങ്ങനെ നേരിടണമെന്ന് നാം ചിന്തിക്കും. എന്നാൽ ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വന്നു ചേരുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വൈകിയതായി തോന്നുമെങ്കിലും അതിലെല്ലാം അള്ളാഹുവിന് ഒരു യുക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം ചോദിച്ചാൽ ഗുണകരമായ മറ്റു അതും കൊണ്ട് അള്ളാഹു നമ്മെ ഉത്തരം ചെയ്തേക്കും. അല്ലെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരികയും പരലോക മോശത്തിനു വേണ്ടി നീട്ടിവെക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതായിരിക്കും നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്നത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തികഞ്ഞ ക്ഷമയോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തേടണം. അല്ലാതെ ധൃതിപ്പെടരുത്. അത് മാത്രമല്ല അവൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഒരിക്കലും നിരാശരാകരുകയും ചെയ്യരുത്. അത് ഏറ്റവും വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെയെല്ലാം അള്ളാഹു അനുഗ്രഹം ചൊരിയണമെന്ന് അറിയുന്നതും തീരുമാനിക്കുന്നതെല്ലാം അള്ളാഹുവാണ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഇഷ്ടാനുസരണങ്ങൾ നീങ്ങുന്നത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ കളഞ്ഞ തഖ്വയോടും ഭയഭക്തിയോടും അള്ളാഹുവിനോടുള്ള ബഹുമാനവും സ്നേഹവും അവൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആശയും അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രാർത്ഥന പോലെ തന്നെയാണ് ആരാധനാ കർമ്മങ്ങൾ. ഇതൊക്കെ ഉണ്ടെങ്കിലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലാതെ തുടങ്ങുന്ന പ്രാർത്ഥനയും അശ്രദ്ധമായും വിനോദങ്ങൾ മുഴുകിയുള്ള പ്രാർത്ഥനകൾക്കും അള്ളാഹു ഉത്തരം ഒരിക്കലും നൽകുകയല്ലേ. അതുകൊണ്ട് അതിന് ഫലം കാണുവാൻ വേണ്ടി നബി സല്ലല്ലാഹു ഏത് പ്രാർത്ഥന ചൊല്ലിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹു താലയ്ക്ക് അതിലൊക്കെ ആത്മാർത്ഥമായിട്ട് നല്ല ശ്രദ്ധാലുവായിട്ട് പ്രാർത്ഥനകൾ മുഴുകി അള്ളാഹുവിനോട് കരഞ്ഞൊക്കെയാണ് അപേക്ഷിച്ചാൽ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. അതിന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് അള്ളാഹുവിനോട് അപേക്ഷിച്ച് ഉത്തരം നൽകുകയും ചെയ്യും. അവൻ കൈവിടുകയുമല്ല. എല്ലാം അവനിൽ ഏൽപ്പിക്കുക. നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാഥൻ മാറ്റിത്തരും തീർച്ച. അൽഹംദുലില്ലാ.